ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള വാഫിൾസ് ആണ്. വാഫിൾസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വട്ടത്തിൽ ഒരു ക്രിസ്പി ബ്രെഡ് ഒരു ക്രിസ്പി ബ്രെഡ് പോലെ ഇങ്ങനെ കുഞ്ഞു സ്ക്വയർ പോലെ ആയിട്ട് ഒരു വാഫിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കഫേസിലൊക്കെ ഒരുപാട് കോമൺ ആയിട്ടുള്ളതാണ്. പല ടൈപ്പിലുള്ള വാഫിൾസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയർ വേർഷൻ ഓഫ് വാഫിൾസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളിതിൽ സാധാരണ വാഫിൾസ് ഉണ്ടാക്കണമെങ്കിൽ അതിന് വാഫിളിൻ്റെ ബാറ്റർ കിട്ടും. അതിൽ കൂടുതലും മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാഫിൾസ് നമ്മൾ മൈദ ആഡ് ചെയ്യുന്നേയില്ല, അതുപോലെ തന്നെ എക്സ്ട്രാ ഷുഗറും ആഡ് ചെയ്യുന്നില്ല. നമ്മളിതിൽ ഹോൾ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള വാഫിൾസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോൾ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വാഫിൾസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഭംഗിയുള്ളത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഭംഗിയുള്ള അവർക്ക് കാണുമ്പോൾ ഒരു അട്രാക്റ്റ് ആവണം അവർക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്കിത് കുറച്ച് ബെറീസും അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സിറപ്പൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ഹെൽത്തിയാണ്, പിള്ളേർക്ക് ഹെൽത്തിയർ വേർഷനാണ്. നമ്മളിതിൽ മൈദ ആഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, ഒരുപോലെ ഹെൽത്തിയാണ്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കാരണം എപ്പോഴും നമ്മൾ സാധാരണ നാടൻ വിഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാറ്. സോ ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിന് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. സോ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വാഫിൾസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്കത് അധികം വൈകിക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സോ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഇല്ലേ, ഒരു റെഡ് കളർ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ നമുക്ക് അധികം വൈകിക്കാതെ വാഫിൾസ് ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വാഫിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. ഹോൾ വീറ്റ് ഫ്ലോർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബനാനയാണ്. അപ്പോൾ ഇത് ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ബനാന വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ വേറെ സ്വീറ്റ്നസ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, വേറെ ഷുഗർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബനാനയുടെ സ്വീറ്റ്നസ്സിലാണ് നമ്മുടെ ഈ വാഫിളിൻ്റെ സ്വീറ്റ്നസ് ഉള്ളതെന്ന് വെച്ചാൽ വാഫിളിൻ്റെ മധുരം എക്സ്ട്രാ നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് നല്ല മധുരമുള്ള പഴം എടുക്കാം. ഒരു 2-3 ബനാന നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ്. ഒരു 3/4 കപ്പോളം മിൽക്ക് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ബാറ്റർ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമുള്ള മിൽക്ക്, അതാണ് ശരിക്കും അതിൻ്റെ അളവ്. അപ്പോൾ ഒരു 3/4 കപ്പോളം മിൽക്ക് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അത് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അടുത്തത് നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണി ഒരു 1 ടേബിൾ സ്പൂണോളം ഹണി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആൽമണ്ട്സ് പൊടിച്ചതാണ്. നമ്മുടെ ബദാം ഒന്ന് ഞാൻ ജസ്റ്റ് പൊടിച്ചതാണ് മിക്സറിൽ ഇട്ടിട്ട്. അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ബനാന, വാനില എക്സ്ട്രാക്റ്റ്, പിന്നെ നമുക്ക് പാല് വേണം, ബേക്കിംഗ് പൗഡർ വേണം, ഹണി വേണം. ഇത് ആൽമണ്ട്സ് പൊടിച്ചത്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അളവുകളൊക്കെ എടുക്കുമ്പോൾ പരമാവധി മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ മെഷറിംഗ് സ്പൂൺസിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ അളവില്ലേ, 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണിൽ തന്നെ എടുക്കുക. അപ്പോൾ ടീസ്പൂൺ ടേബിൾ സ്പൂൺ തമ്മിൽ മാറിപ്പോകരുത്. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ 1 കപ്പ് തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ വാനില എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ ആൽമണ്ട്സ് പൊടിച്ചത്, ഹണി, അതുപോലെ തന്നെ ബനാന. ഇതിൻ്റെ അളവാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവ് ആഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഗോതമ്പ് പൊടിയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും അളവാണ്. സോ നമുക്കിനി വാഫിൾസ് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കാം വാഫിൾസിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ഡ്രൈ ആയിരിക്കണം ഈ ഗ്ലാസ് ബൗൾ. അതിലേക്ക് വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഹോൾ വീറ്റ് ഫ്ലോർ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ച ആൽമണ്ടിൻ്റെ പൗഡർ ചേർക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വളരെ കുറച്ച് ആൽമണ്ടിൻ്റെ പൗഡർ നമ്മളൊന്ന് പൊടിച്ചു വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഇത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടിയും, 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ആൽമണ്ടിൻ്റെ പൗഡർ ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു മിക്സറിൻ്റെ ജാർ എടുത്തിട്ട് നമുക്ക് ബനാന ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബനാന ഫോക്ക് ഉപയോഗിച്ച്, നമ്മുടെ ഫോക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് ബനാന ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 2, 3 അല്ലെങ്കിൽ 4, മാക്സിമം 4 അത്ര മതി. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കുക. അപ്പോൾ ഇതേ നമ്മൾ മിക്സറിൻ്റെ ജാറിലേക്ക് 3 ചെറുപഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നമ്മുടെ ബനാന നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും സ്മൂത്ത് ആകുമ്പോൾ നമുക്കത് ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റേത് നമുക്ക് കുറച്ച് ലംസൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പാലോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ബനാനയുടെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ പേസ്റ്റ് ആക്കി വെച്ച ബനാനയുടെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിങ്ങനെ കട്ടകൾ വരുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബാറ്റർ നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബനാനയുടെ മിക്സറിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സറിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിലേക്ക് നമ്മൾ ബനാനയുടെ ഈ മിക്സ്ചർ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബാറ്ററാക്കി നമുക്ക് എടുക്കണം. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റായിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ആവണം. അതിൽ ഇങ്ങനെ കട്ടകളൊന്നും പാടില്ല. അപ്പോൾ നമ്മുടെ മിക്സർ കുറച്ചൊന്ന് തിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയല്ല, അങ്ങനത്തെ ഒരു ഫോമിലാണ് കിട്ടേണ്ടത്. നന്നായിട്ട് ഇളക്കുമ്പോൾ അടിയിലത്തെ ഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊടി അതിലേക്ക് മിക്സ് ആവാതിരിക്കുന്നുണ്ടാവും. സോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഈ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയത് ഇങ്ങനെ ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് വെള്ളം പോലെയല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണല്ലോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യാം. ആ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആൽമണ്ടിൻ്റെ പൗഡർ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്വീറ്റ്നെസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ആൽമണ്ടിൻ്റെ പൗഡർ ആഡ് ചെയ്യാം. വേറെ നമ്മളിതിൽ എക്സ്ട്രാ ഷുഗറോ മറ്റോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബനാനയുടെ സ്വീറ്റ്നെസ് അതുപോലെ തന്നെ ഹണിയുടെ സ്വീറ്റ്നെസ് ആണ് നമ്മൾ കൂടുതൽ ഇതിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്കിത് നന്നായിട്ട് ഇതിങ്ങനെ നിങ്ങൾ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഫോക്ക് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മിക്സറിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ബാറ്റർ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ലംബ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഫിൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു വാഫിൾ മേക്കർ വേണം. വാഫിൾ മേക്കർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ലെക്യുപ്പിൻ്റെ വാഫിൾ മേക്കറാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അടച്ചിട്ട്. അപ്പോൾ ഇത് റെഡി ആകുമ്പോൾ ഇതിൽ ബീപ്പ് സൗണ്ട് വരും. സോ നമുക്ക് അറിയാൻ പറ്റും വാഫിൾ റെഡി ആയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വാഫിൾ റെഡി ആയിട്ടില്ല, ഇനിയും സമയമുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്, ഒരു 1 power 1 ഞാൻ വെച്ചേക്കുന്നത്, ഏറ്റവും ലോ ആയിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊന്ന് തുറന്ന് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ കുക്കിംഗ് സ്പ്രേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യാം. കുക്കിംഗ് ഓയിൽ ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വാഫിൾ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടാതെ കിട്ടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്കും ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് കുക്കിംഗ് സ്പ്രേ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബാറ്റർ ഒഴിക്കാം. ബാറ്റർ നിങ്ങളിങ്ങനെ നിറച്ചൊഴിക്കരുത്, ഒരു 3/4 ഒഴിച്ചാൽ മതി. കാരണം ഇതിലേക്ക് ഇതിങ്ങനെ സ്പ്രെഡായി പൊക്കോളും. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3-4 minutes ആണ് കുക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ വാഫിൾ മേക്കർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റെഡി എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇതിലേക്ക് കുക്കിംഗ് സ്പ്രേ അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാഫിൾ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് 3-4 minutes നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ റെഡി ആകുമ്പോൾ ഇതിൽ റെഡി ലൈറ്റ് കത്തും. ഒരു 3-4 minutes മതി ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ വാഫിൾ മേക്കർ നന്നായിട്ട് സ്റ്റീം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് റെഡി ആയിട്ടില്ല എന്നാണ്. അപ്പോൾ സോ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ സ്റ്റീമൊക്കെ പോയി ഇപ്പോൾ സൈഡിലത്തെ. പിന്നെ റെഡി ബട്ടൺ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ വാഫിൾസ് ഇവിടെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ബാറ്റർ ആ സൈഡിൽ കുറച്ച് വെച്ചുകൊണ്ട് അവിടെ ആ ഒരു കറക്റ്റ് ഇത് വരാത്തത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 2 ഫോർക്ക് വെച്ചിട്ട് നിങ്ങൾക്കിത് എടുക്കാം. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്, അവിടെ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. സോ നമ്മുടെ വാഫിൾ റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദേ നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വാഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടും നല്ല ക്രിസ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഹെൽത്തിയർ വേർഷനാണ്. നമ്മളിതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സാധാരണ വാഫിൾസിൽ അവർ കേക്ക് ഫ്ലവർ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലവർ അല്ലെങ്കിൽ വാഫിൾ ഫ്ലവർ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ മൈദയുടെ ഒരു കണ്ടൻറ്റ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മൈദ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു വാഫിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണിത്. പിന്നെ നമ്മളിതിൽ ബനാനയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ബനാന കഴിക്കാൻ പഴം കഴിക്കാൻ താല്പര്യം അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതിൽ ബനാനയുണ്ട്, പിന്നെ
ഗോതമ്പ് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ വേറെ ഒന്നും ഫ്ലേവേഴ്സ് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൽമണ്ട്സിൻ്റെ പൗഡറും അതുപോലെ തന്നെ ഹണി ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഇപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു വോഫിളാണ്. നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന ബാറ്റർ ജസ്റ്റ് അതിൻ്റെ ഒരു പോർഷനിൽ മാത്രം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് വോഫിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ വോഫിൾസ് ഇവിടെ നല്ല ഹോട്ടായിട്ട് നല്ല ചൂടോടുകൂടിയുള്ള വോഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയറും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള വോഫിൾസാണ്. ഇത് നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസാണ് നമ്മളിത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വോഫിൾസാണിത്. അപ്പോൾ ഇത് ഹോളായിട്ടൊരു ഫുൾ വോഫിളാണ്. ഞാനതൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പും കുറച്ച് ബനാന കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കുറച്ച് ആൽമണ്ടിൻ്റെ പൗഡർ ബാക്കി ഉണ്ടായിരുന്നു, അതും കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം വോഫിൾ 4 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണിത്. വേണ്ടല്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാം. ഇത് വളരെ ഹെൽത്തിയറാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഒരിക്കലും ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്, നമുക്ക് അറിയും കൂടില്ല. അതേപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പഴം നിങ്ങളുടെ വീട്ടിലൊക്കെ കാണും. പിന്നെ നമുക്കിതിലിപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല, നിങ്ങളിപ്പോൾ അധികം ആരും വാങ്ങിച്ച് വെക്കാത്തത് വേണമെങ്കിൽ ഇപ്പോൾ വാനില എസൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റ് ആയിരിക്കും. പക്ഷെ അതും ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇപ്പോൾ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് മേടിച്ച് വെക്കുന്നതാണ്. സോ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ്. പാലായാലും ഹണി ആയാലും വാനില എക്സ്ട്രാക്റ്റ്, പഴം, പിന്നെ ബേക്കിംഗ് പൗഡർ നമുക്ക് ഒരു ചെറിയൊരു 1/2 ടീസ്പൂണാണ് ആകെ വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. സോ ഹസ്ബൻഡിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താ പറയുക, ഇതിനോട് തന്നെ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. കാരണം ഞാൻ കഴിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ പറയും ഉണ്ടാക്കിയ ആൾ തന്നെ കഴിച്ചിട്ട് പറഞ്ഞാൽ എന്താ ഗുണമുള്ള അല്ലേ. അപ്പോൾ ഇത് ഇതിനോട് തന്നെ നമുക്ക് ചോദിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ വാഫിൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതും പറയും എന്താവും. കഴിക്കി സത്യം പറയണേ, കൊള്ളാം എന്നാണ് കുഴപ്പമില്ല എന്നാണ്, ഏതിലൊന്ന് തീരുമാനിക്കണം. നമ്മുടെ സ്വന്തം ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വാഫിൾ. വേറെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതല്ല, അതിലുള്ളിൽ മീൻസ് ഈ വാഫിളിന്റെ ബാറ്ററിൽ കണ്ടിട്ട് മനസ്സിലായി, ഐ മീൻ ടേസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല. അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് എന്താ ബനാന മിക്സ്, അത് കുഴപ്പം.